എടി നോക്കണ്ട, ചിക്കൻ പീസ് തരത്തില്ല. അതല്ലടി, എന്റെ ചിക്കൻ പീസ് നിനക്ക് വേണോന്ന്. നീ എടുത്തോ. അതെ, എന്റെ റൂം വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു നീ? നീ എടുത്തോ. ആ. നീ വേണമെന്ന് പറഞ്ഞിട്ട് കറുത്ത ടീഷർട്ട് ഇല്ലേ, അത് നീ എടുത്തോ. കൈ വിടുത്ത പറയാൻ കൈ വിട് നീ. ഞാനങ്ങ് ജർമ്മനിയിൽ പോവാ. ഓ പിന്നെ ഈ തള്ളൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്. അതിന് നിനക്ക് ജോലി വേണ്ടേ? എടി ഇപ്പൊ ജോലി ഇല്ലാതെ ജർമ്മനി പോവാ. എടാ മണ്ട, നിന്നെ ആരോ പറ്റിച്ചതാണ്. എടി നീ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ ഒരു സംഭവം ഉണ്ട്. എടി ഇപ്പൊ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് ഉണ്ടെങ്കിൽ ജോബ് ഓഫർ ഇല്ലാതെ നമുക്ക് ജർമ്മനിയിൽ പോവാം. എനിക്ക് പിന്നെ ഡിഗ്രി ഉണ്ടല്ലോ. പോരാത്തതിന് ഞാൻ ജർമ്മൻ ലാംഗ്വേജിൽ A1 ലെവലും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ B2 ലെവലും ഞാൻ പാസ്സായിട്ടുണ്ട്. പിന്നെ നാട്ടിലെ കുറച്ച് എക്സ്പീരിയൻസ് എനിക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. എന്നാലും അവിടെ പോയി നിൽക്കാൻ കുറെ ക്യാഷ് ഒക്കെ വേണ്ടേ? എടി അതിനും വഴിയുണ്ട്. നമുക്ക് വീക്കിലി 20 മണിക്കൂർ പാർട്ട് ടൈം ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. എന്നാലും എന്റെ പുട്ട ഇത് എങ്ങനെ? കൊച്ചിയിലുള്ള അറ്റ്ലാന്റിസ് മൈഗ്രേഷൻ കൺസൾട്ടൻസ് ഇല്ലേ, അവരാണ് എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്തത്. അവരാണെങ്കിൽ ഒരുപാട് പേരെ സേഫ് ആയിട്ട് അബ്രോഡ് എത്തിച്ചിട്ടുണ്ട്. പിന്നെ ടെൻഷനും വേണ്ട. ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവരാണ് എനിക്ക് പറഞ്ഞു തന്നത്. എടാ അവരുടെ നമ്പർ എനിക്ക് ഇവിടെ തരാവോ? നീ ഇല്ലാണ്ട് ഇവിടെ നിന്ന് ബോറടിക്കും. ഞാനും വരുന്നു ജർമ്മനിയിലേക്ക്. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. നീ ഒന്ന് ചേട്ടാന്ന് വിളിക്ക്.